നമസ്കാരം. ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് നമ്മൾ പല വീഡിയോ ചെയ്തു. നിരവധി വീഡിയോ ചെയ്തു. ധാരാളം വീഡിയോ ചെയ്തു. പക്ഷേ എങ്കിലും നമുക്ക് ആവേശമുണ്ട് ആ വീഡിയോ ചെയ്യുന്നതിന്. കാരണം 2000-ലധികം പേരെയാണ് ഇപ്പോൾ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. 2000-ലധികം പേരെ. 1ഉം 2ഉം 3ഉം 5ഉം 10ഉം 100ഉം 1000ഉം അല്ല 2000-ലധികം പേരെ. നമുക്ക് ജയിൽ തികയില്ലെന്നാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറയുന്നത്. അത്ര പേര്. പിന്നെ കാരവനിൽ കയറും, DJ പാർട്ടി കയറും, കപ്പലിൽ കയറും, ഹോട്ടലിൽ കയറും, ബോട്ടിൽ കയറും. എവിടെ ഇതുണ്ടെന്നറിഞ്ഞാലും ഒരു സോഴ്സ് കിട്ടിയാൽ കയറിയിരിക്കും. ആളുകൾ ഇൻഫോം ചെയ്തിരുന്നാൽ അവർ സംശയമുള്ളവരെ ചോദിച്ചിരിക്കും. ഇതിനിടയിലാണ് പിന്നെ ചൂലൂർ പഞ്ചായത്തിൽ, മലപ്പുറം ജില്ലയിൽ ചൂലൂർ പഞ്ചായത്തിൽ മറ്റൊരു ജനകീയ വേട്ട നടന്നത്. ശരിക്കും പോലീസല്ല അവിടെ വേട്ട നടത്തിയത്. ജനങ്ങൾ, പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇന്നലെ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറുപ്പക്കാരും, പഞ്ചായത്ത് മെമ്പർ ഒരു വനിതയാണ്, മുസ്ലിം വനിതയാണ്, അവരെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനകത്ത് അവർ സംഘടിച്ച് ഇന്ന് രാവിലെ അവർ ഈ ചൂലൂറുള്ള മലപ്പുറം ജില്ലയിലെ ചൂലൂറുള്ള ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ അവർക്കൊരു സംശയം തോന്നിയ ഒരു വീടെന്ന് പറയുമ്പോൾ ടെറസ് വീടല്ല, ഓടിട്ട വീടല്ല, ഒരു ഷെഡ്, ഓല ഷെഡ് ഒരു പറമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അത് വയലുമായി ചേർന്ന് നടക്കുന്ന പറമ്പാണ്. അവിടെ ഗഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുണ്ട്. രാത്രി സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 1 മണി വരെയൊക്കെ അവിടെ ബൈക്കിലും അല്ലാതെയൊക്കെ ആളുകൾ വന്നു പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും ജനങ്ങൾ ധരിക്കുന്നത് ഒരു ഗ്രാമമല്ലേ, ഇത് ആളുകൾ വന്നു പോകുന്നതല്ലേ, എന്തെങ്കിലും റെസ്റ്റ് എടുക്കാൻ വരുന്നതായിരിക്കുമെന്ന് ധരിച്ചു. പക്ഷേ പിന്നീടാണത് നിരീക്ഷിച്ചപ്പോൾ അത് ഗഞ്ചാവിൻ്റെ കേന്ദ്രമാണെന്ന് മനസ്സിലായത്. പക്ഷേ അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ചെറുപ്പക്കാർക്ക് പോലീസിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പേടിച്ച് പറയില്ല. കാര്യം ഇവർക്ക് ഗുണ്ടാ സംഘമുണ്ട്, കൊട്ടേഷൻ സംഘമുണ്ട്, ഇവർ പണം കൊടുത്ത ആളെ കൊല്ലും. വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് അവരാരും മിണ്ടിയില്ല. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ അവർക്കൊരു ആത്മധൈര്യം വന്നു, ഒരു ബലം വന്നു ചെറുപ്പക്കാർക്കൊക്കെ. അവർ വളരെ കൃത്യമായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സഹായത്താൽ പിടിച്ചു. അപ്പോഴാണ് അവിടെ ഒരാൾ ഇതിനെ സംബന്ധിച്ച് വീഡിയോകൾ വന്നു. അപ്പോൾ പഞ്ചായത്ത് മെമ്പറും വളരെ ആവേശത്തോടെ പിടിച്ച കഥകൾ പറയുന്നു. ഈ ചെറുപ്പക്കാരനും പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമായിരുന്നു ഇതുവരെ, ഇപ്പോൾ ഗവൺമെൻറ് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായി നിൽക്കുകയാണ്. ഈ ധൈര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ആ വീഡിയോയുടെ തന്നെ ഞാൻ കണ്ട വീഡിയോയുടെ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് ചാനലുകളിലൊക്കെ വന്ന വാർത്തയാണ്. അവസാന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട്. ഒരാൾ പറയുന്നു, ഗവൺമെൻറ് മാത്രം വിചാരിച്ചത് കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ സക്സസ് ആവില്ല. 100% കറക്റ്റാണ്. കാരണം ജനജാഗ്രത ഇത് വളരെ പ്രധാനമാണ്. കാരണം 35 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വന്നു പോകുന്നത്. 35 ലക്ഷം പേരാണ്, 1ഉം 2ഉം പേരല്ല. അവർ നാട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ആസാമിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഒഡീഷയിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഒഡീഷ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി ഗഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് ഒരു ഫോർമാറ്റിലല്ല. ഇത് മുട്ടായുടെ രൂപത്തിൽ കിട്ടും, ജ്യൂസിൻ്റെ രൂപത്തിൽ കിട്ടും, പല പാൻപരാഗിൻ്റെ രൂപത്തിൽ കിട്ടും, പല പാറ്റേണിൽ കിട്ടും, സിഗരറ്റിൻ്റെ രൂപത്തിൽ കിട്ടും. ഇതിൻ്റെ രൂപം എന്ത് എന്നുള്ളത് വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് പിടിക്കണമെങ്കിൽ കൃത്യമായ സോഴ്സും ഇൻഫോർമറും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള സോഴ്സ് പറഞ്ഞു കൊടുക്കാനും, സംശയം തൻ്റെ ഗ്രാമത്തിൽ, തൻ്റെ പഞ്ചായത്തിൽ ഏതെങ്കിലും വീട്ടിൽ അവിഹിതമായി ഒരുപാട് ആളുകൾ കടന്നു പോവുകയാണെങ്കിൽ, ആ സമയത്ത് ആളുകൾ കയറി പോവുകയാണെങ്കിൽ ഒന്ന് നിരീക്ഷിക്കുകയും പോലീസിന് മെസ്സേജ് കൊടുക്കുകയും ചെയ്യണം. അത് റെസിഡൻസ് അസോസിയേഷനൊക്കെ വളരെ ജാഗരൂകരാകേണ്ടതുണ്ട്. അതുകൊണ്ട് സ്കൂളുകളിൽ മറ്റു കുട്ടികളെ നിരീക്ഷിക്കേണ്ടതുണ്ട്, അധ്യാപകർ നിരീക്ഷിക്കേണ്ടതുണ്ട്. നാട്ടിലെ വായനശാലകൾ, പിന്നെ ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, സാക്ഷരതാ പ്രവർത്തകർ, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ, പിന്നെ ആശാ വർക്കേഴ്സ്, പിന്നെ അതുപോലെ അംഗനവാടിക്കാർ, എല്ലാവരും ഒരു വലിയ സംഘമാണ് കേരളത്തിലെ ഓരോ പഞ്ചായത്തും എടുത്താലുള്ളത്. ഫ്ലോട്ടിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞു. ആ ഫ്ലോട്ടിംഗ് പീപ്പിളിൻ്റെ സംഘം കൂടി ചേർന്നാൽ തീർച്ചയായിട്ടും നമുക്കിത് പിടിക്കാൻ പറ്റും. ഇതിൻ്റെ വേരറുക്കുകയല്ല ചെയ്യേണ്ടത്, വേരോടെ പിഴുതെടുക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ അറുത്ത് കഴിഞ്ഞാൽ വേരിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് കയറി വരും. കാരണം ഇത് വലിയ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും മേഖലയാണ്. നൈജീരിയ ഉൾപ്പെടെയുള്ള ലോകത്തിലെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കോടാനുകോടി രൂപയുടെ ബിസിനസ്സാണിത്. ഇത് ചെറിയ പണമല്ല, വലിയ കളിയാണിത്. ചെറിയ മീനല്ല, നെത്തോലിയല്ല, ഇത് വളരെ വലിയ നെമ്മീനാണ്. അപ്പോൾ അതിനെ പിടിക്കാൻ എളുപ്പമല്ല. കാരണം ഇത് ഉപയോഗിക്കുന്ന ഡോക്ടർമാരുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഏതോ ഒരു കമ്പനിയിൽ അയാളെ വീട്ടിൽ സ്വന്തമായി ഗഞ്ചാവ് വളർത്തുന്നു, അങ്ങനെ കഴിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ആളുകൾ ഇതൊരു ഉപയോഗിക്കുന്ന ഒരു ശീലമായി മാറിയ വസ്തുവാണ്. അപ്പോൾ ബോധവൽക്കരണം നടക്കണം. പിന്നെ അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങണം. കൃത്യമായി ജനങ്ങൾ ഇതിൽ പങ്കെടുക്കണം. അതിന് ഏറ്റവും മാതൃകാപരമായി ചൂലൂരിൽ നിന്ന് ഒരു ടീം വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്.
ഇങ്ങനെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ ഇടപെടുന്നത് ആശ്വാസകരമാണ്. അങ്ങനെ നാട്ടിൽ മാതൃകയായി പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ ചെറുപ്പക്കാരും മുതിർന്ന സീനിയർ സിറ്റിസന്മാരും മാറിയിരിക്കുന്നു. എന്തായാലും മനോഹരമാണ് ഈ കാഴ്ചകൾ. കേരളത്തിൽ 2-3 ആഴ്ച കൊണ്ട് 1-2 ആഴ്ച ഗവൺമെൻറ് വന്നിട്ട് പോലും 2 ആഴ്ച ആവുന്നേ ഉള്ളൂ. 2000 പേരെ അകത്താക്കാൻ, കോടാനുകോടി രൂപയുടെ ബിസിനസ് തകർക്കാൻ, പിന്നെ ലഹരി പദാർത്ഥത്തെ എടുത്ത് കത്തിച്ച് കളയാൻ, അത് കൊണ്ടുപോയാൽ മറ്റൊരാൾ ഉപയോഗിച്ചാലോ, കത്തിച്ച് കളയാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ, അതുപോലെ തന്നെ കഞ്ചാവ് വേട്ട നടത്താൻ, മാത്രമല്ല നൈജീരിയക്കാരനെയും വിദേശികളെയും സ്വദേശികളെയും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ മനോഹരമായ പദ്ധതിയാണ്. ലാ ആൻഡ് ഓർഡറിൻ്റെ ADGP ആയി കുട്ടികളോടൊക്കെ നല്ല താല്പര്യമുള്ള SPC ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ശ്രീ P. വിജയൻ IPS ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പോൾ വലിയ ടീമാണ് രംഗത്ത്. മനോഹരമായി ഓപ്പറേഷൻ തൂഫാൻ വേട്ട നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇതൊരിക്കൽ പിടിച്ചതുകൊണ്ട് തീരുന്നതല്ല. ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി വളരെ വലുതാണ്. അതുകൊണ്ട് നിരന്തര ജാഗ്രത, നിതാന്ത ജാഗ്രത.